കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPIMൻ്റെ കേരളത്തിലെ ഏക ലോക്സഭാ പ്രതിനിധിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തു. വാസ്തവത്തിൽ CPIM ലോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കെ രാധാകൃഷ്ണനെ അഴിമതി കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രീതിയിലുള്ള അഴിമതി ആരോപണവും മന്ത്രിയായ കാലഘട്ടത്തിലോ MLA എന്ന രീതിയിലോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹം ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന വ്യക്തിയാണ്, വിയർപ്പിൻ്റെ അസുഖമൊന്നുമില്ല. മറ്റുള്ള സഹാക്കൾ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിണറായി വിജയനും മരുമകനും ആരെങ്കിലും ഒരാൾ വളരെ പോപ്പുലർ ആണെങ്കിൽ, അതായത് CPIMനുള്ളിൽ അധികാരമോഹിയല്ല, അഴിമതിക്കാരനല്ല എന്ന് കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാൻ, അവരുടെ പോസിറ്റീവ് ഇമേജിനെ തല്ലി തകർക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പൊതുവെ ആക്ഷേപമുള്ളതാണ്. കെ രാധാകൃഷ്ണനെ നിര്യാടാക്കാൻ വേണ്ടിയുള്ള നയപരമായ തീരുമാനമാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നതെന്നാണ് പരക്കെയുള്ള സംസാരം. കരുവന്നൂർ കേസും കൊടകര കേസും വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുത്ത സംഭവ വികാസങ്ങൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അന്തർധാര BJPയും CPIMനും ഇടയിൽ ഉണ്ട് എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. എന്നാൽ കെ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് പണ്ടേ അറിയില്ല. അതേ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന വ്യക്തിയാണ്. നേരത്തെ അദ്ദേഹം തൃശ്ശൂർ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഏറെ നാൾ ചേലക്കര മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയും ഇത്തവണ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശക്തമായ വലതു തരംഗം ഉണ്ടായിട്ടും UDF തരംഗം ഉണ്ടായിട്ടും അദ്ദേഹം ആ മണ്ഡലത്തിൽ 20,000-ൽ പരം വോട്ടിന് രമ്യ ഹരിദാസിനെ തകർക്കുകയും ചെയ്തു. വാസ്തവത്തിൽ പിണറായിയുടെ ഏറ്റവും വലിയ ഭയം കെ രാധാകൃഷ്ണനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് നായനാർ മന്ത്രിസഭയിൽ കെ രാധാകൃഷ്ണനും പിണറായി വിജയനുമൊക്കെ ക്യാബിനറ്റ് കൊളീഗ്സാണ്. അത്തരത്തിലൊരു വ്യക്തിയെ മാറ്റണം എന്ന അനിവാര്യത പിണറായി വിജയന് തോന്നി തുടങ്ങി. കാരണം മരുമകനെ ഇനി ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ സീനിയോറിറ്റി ഉള്ള നേതാക്കൾ പലരും ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള രീതിയായി. ഒന്ന് ആലോചിക്കണം, കെ രാധാകൃഷ്ണനെ EDക്കോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ മുമ്പിൽ ഇട്ടുകൊടുക്കാൻ എല്ലാ ഉത്തരവാദിത്വവും കെ രാധാകൃഷ്ണൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് CPIM നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇത് പകല് പോലെ ഒരു സത്യമാണ് എന്ന് പല നേതാക്കളും തുറന്നടിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ വളരെ ലളിത ജീവിതം നയിക്കുന്നൊരു വ്യക്തി, അദ്ദേഹം മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നൊരു വ്യക്തി, തൃശ്ശൂരിൽ ജനങ്ങളുടെ രാധേട്ടൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ CPIM പോലും ഒരു ഗൂഢാലോചന നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.